ആ പാലേരി മാണിക്യത്തിലെ പൊക്കൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഇതിന്റെ പ്രൊഡ്യൂസറായിട്ടുള്ള ഹരിയും ഞാനും ഒക്കെ ഇരുന്ന ഒരു ഷോയിൽ നിങ്ങളെ പോലെ വന്ന ശ്രീജിത്ത് കൈവേലി എന്ന് പറയുന്ന ഒരാളാണ് അന്ന് അത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന. അയാൾ പിന്നീട് സിനിമയിലെത്തി. യാദൃശ്ചികമാണ് നിങ്ങൾ വന്നത് കൈവേലി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാന്നുള്ളത്. ഞാൻ കൈവേലി നേട്ടപ്പോൾ ആദ്യം നിങ്ങളെ ഓർത്തത് അതാണ്. നമ്മളെ പല സ്കൂളുകളിലൊക്കെ ഫസ്റ്റ് റാങ്ക് കിട്ടി കുട്ടിക്കൊക്കെ പ്രൈസ് കൊടുക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടുപോകും. അപ്പൊ എന്നെയും വിളിച്ചുകൊണ്ടുപോകും. അപ്പൊ എന്നെ വിളിച്ചുകൊണ്ടുപോയിട്ട് ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിക്ക് സർട്ടിഫിക്കറ്റും ഈ ഷീൽഡും കൊടുക്കുകയാണ്. ആ കൊടുക്കുന്ന നേരത്താണ് ഞാൻ ഈ കുട്ടിയുടെ അച്ഛനെ കണ്ടത്. അവൻ എൻ്റെ ക്ലാസ്മേറ്റാ. എന്തായാലും ഇത്രയും നന്നായി പഠിച്ച അവന്റെ ഭാഗ്യം പോയല്ലോ, ഇവനാണല്ലോ തല തൊട്ടത് എന്ന് വിചാരിക്കാം. പക്ഷേ അടുത്ത കൊല്ലം എക്സാം വന്നപ്പോഴും എനിക്കാണ് പ്രശ്നം. കാരണം അവനും മോശമായാൽ നമ്മുടെ തലയിലിരിക്കും. ദൈവം ഉണ്ട് എന്ന് പറഞ്ഞു. എന്താ കാരണം? ആ കുട്ടിക്ക് ചിക്കൻ പോക്സ് വന്നു. പരീക്ഷ എഴുതാൻ പറ്റിയില്ല. അതാണ് ദൈവം ഇന്ന് എൻ്റെ കൂടെയുള്ളൂ. നമ്മൾ ചില കോളേജിൽ പരിപാടിക്ക് പോകുമ്പോൾ ഇതേപോലെ ഈ നമ്മളെ എഴുന്നള്ളിച്ച് കൊണ്ടുപോയി പ്രിൻസിപ്പലിന്റെ ഒക്കെ റൂമിൽ ഇരിക്കുമ്പോൾ ഈ പ്രിൻസിപ്പലിന് വെറുതെ ഒരു ചോദ്യം ചോദിക്കും. ഏതുവരെ പഠിച്ചു? ചോദിക്കുന്നതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായി. ഇതാണ് ഈ ചോദ്യം. അല്ല നമ്മളുടെ എന്നോട് ഇങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞു തേർഡ് ഇയർ. അത് പൂർത്തിയാക്കിയില്ല. പൂർത്തിയാക്കിയില്ല. അതെന്താ പൂർത്തിയാക്കാൻ? ഞാൻ 8ാം ക്ലാസ്സിലാണ് തേർഡ് ഇയർ. അല്ലാതെ BSc MSc എന്നല്ല. എന്നോട് ഇത് ചോദിക്കുമ്പോഴേ MPCP എന്നൊക്കെ പറയും, അല്ലെങ്കിൽ PPPCS എന്നൊക്കെ പറഞ്ഞൊരു കോഴ്സ് പറയും. ഇതെന്ത് കോഴ്സാന്ന് മനസ്സിലാകാത്ത കാരണം ഈ പ്രിൻസിപ്പൽ അങ്ങനെ വിടത്തേ ഉള്ളൂ. ഞങ്ങളുടെ അടുത്ത് ഒരാളുണ്ട്, തേങ്ങ മോഷണമാണ്, കൊയ്യലല്ല. പുള്ളി തേങ്ങ മോഷ്ടിക്കാൻ വേണ്ടി രാത്രിയാകുമ്പോൾ ഓരോ വീട്ടിൽ ചെന്നിട്ട് പതുക്കെ തെങ്ങി കയറും. അങ്ങനെ ഈ പുള്ളി തെങ്ങി കയറി ഒരു വീട്ടിൽ കയറി തെങ്ങി കയറി തേങ്ങ ഇങ്ങനെ തിരിച്ച് തേങ്ങ ഞെട്ടും കൂടിയുള്ള കണക്ഷൻ വിട്ട സമയത്താണ് കൃത്യം ഇതിൻ്റെ ഓണർ സന്ധ്യയ്ക്ക് വന്നിട്ട് ഈ ടോർച്ചങ്ങ് അടിച്ച്. ഇയാളുടെ ടോർച്ച് എന്ന് പറഞ്ഞാൽ അന്ന് കാലത്ത് മകൻ ഗൾഫിൽ നിന്ന് കൊണ്ട് കൊടുത്തൊരു ടോർച്ചാണ്. ഈ സ്പോട്ട് ലൈറ്റിനേക്കാളും പവർ. അടിച്ചു കഴിഞ്ഞാൽ നല്ല വട്ടത്തിൽ എവിടെ വേണേലും പിടിക്കാൻ പറ്റും. ഈ ടോർച്ച് ഇങ്ങനെ അടിച്ചു വെച്ച് നേരെ അയാൾ തേങ്ങയും വിട്ട് തെങ്ങിൻ്റെ മണ്ടയിൽ ഇയാൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ താഴെ നിന്ന് ഇയാൾ ടോർച്ച് അടിച്ചിട്ട് ഡാ എന്ന് വിളിച്ചപ്പോൾ ഇയാൾ മോളിൽ നിന്ന് കാണിച്ചു. ഉടനെ ഈ താഴെ ടോർച്ച് അടിച്ചാൾ എന്താ ഇയാള് തത്തക്കുഞ്ഞിനെ വേണോ എന്നൊരു ചോദ്യം. തത്തേനെ എടുക്കാൻ കയറിയതാണെന്ന് മേടിലേ. പിടിച്ച സമയത്ത് വേറെ രക്ഷപ്പെടാൻ വഴിയില്ല. എന്നിട്ട് ഓരോ സാധനം പറയുന്നതാ തേങ്ങയുടെ കാര്യത്തിലേ. അമ്മാവനും മരുവനുമായിട്ട് ഭയങ്കര വഴക്കാ. അപ്പോൾ പുള്ളി കുറേ തേങ്ങ ഇട്ടിട്ട് വീട്ടിലിട്ടിട്ട് കൂട്ടി തേങ്ങ എടുത്ത് എണ്ണി ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പം ഈ മരുമോൻ വന്നിട്ട് ഇങ്ങനെ അവിടെ ഒന്നും അറിയാത്തല്ലോ നിന്നു. അപ്പോൾ ഈ മരുമോനും കൂടെ അവകാശപ്പെട്ട തെങ്ങും പറമ്പും ഒക്കെയാണെന്നാണ് പറയുന്നത്. മരുമോൻ എന്താ വെച്ചാൽ ഒന്നും അറിയാത്തല്ലോ അങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് 2 തേങ്ങ എടുത്തിട്ട് ഇവനൊരു ഒറ്റ ഓട്ടം ഓടി. അമ്മാവൻ പുറകടി എൻ്റെ തേങ്ങ തടാം എന്ന് പറഞ്ഞ് ഒരു പുറകെ ഓടി ഒരു സ്ഥലത്തെത്തിയപ്പോൾ കിട്ടുന്നില്ല. അമ്മാവൻ ഇച്ചിരി പ്രായം ഓടിയിട്ടൊപ്പം എത്താൻ പറ്റുന്നില്ല. ഓടി അങ്ങ് ചെന്നിട്ട് ഇവനൊരു ചെറിയ കാണയുണ്ട്. ഇവൻ ഈ മുന്നിൽ ഓടിയ ചെറുക്കിന് ഇത് ചാടി കിടന്നിട്ട് അപ്പുറത്തേക്ക് ഓടിക്കളഞ്ഞു. അമ്മാവൻ ഈ കാണയുടെ അവിടെ വന്ന് നിന്നപ്പോൾ മനസ്സിലായി ഇനി അവനെ കിട്ടൂല, അവൻ തേങ്ങയായിട്ട് പോയിന്ന് പറഞ്ഞപ്പം പുള്ളി ഇവിടുന്ന് പറയാ, അമ്മയോട് പറഞ്ഞേക്ക് തേങ്ങ അമ്മാവൻ തന്നതാന്ന്.